മൂവാറ്റുപുഴയിലെ ആചാര സംരക്ഷണ യാത്രയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിക്ക് വൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. മുദ്രാവാക്യം വിളികളോടെ അബിനെ ചുമലിൽ ഇരുത്തി പ്രവർത്തകർ വേദിയിലേക്ക് എത്തിച്ചു. അതിനിടെ അബിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇടപെട്ടുകൊണ്ട് വിലക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുദ്രാവാക്യം വിളിക്കുക പ്ലീസ്. കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഈ നാടിൻ്റെ ചരിത്രബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് നമ്മൾ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുദ്രാവാക്യം വിളിക്കുക പ്ലീസ്. ആ വിശ്വാസികൾക്ക് വേണ്ടി ജെയിനസ് രാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജെയിൻ, അബിൻ അങ്ങനെ എത്തുമ്പോൾ അബിൻ പല വേദികളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിലാണ് അബിൻ എത്തുന്നത്. അബിൻ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ദേശീയ സെക്രട്ടറിയാണ്. സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് കരുതിയവർ പലരുമുണ്ട്. അപ്പോൾ എന്തൊക്കെ സ്വീകരണങ്ങൾ, എങ്ങനെയൊക്കെയുള്ള സ്വീകരണങ്ങൾ നൽകുന്നു ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ ജെയിൻ? പ്രതീക്ഷ, ഈ പരിപാടി നടക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴ നമുക്കറിയാം അബിൻ വർക്കിയുടെ പ്രവർത്തന മേഖല കോലഞ്ചേരിയാണ്. അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടി, അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ വേദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് AICCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ആ വേദിയിലുണ്ട്. ആ വേദിയിലേക്കാണ് അപ്രതീക്ഷിതമായി ഈ പരിപാടി ആരംഭിച്ച് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം അബിൻ വർക്കി എത്തുന്നത്. ആ വേദിയിലേക്ക് എത്തുമ്പോൾ DCC പ്രസിഡന്റാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അബിൻ എത്തുമ്പോൾ അബിന് ഒരു കൂട്ടം പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു. അവരാണ് മുദ്രാവാക്യം വിളിച്ചത്. അതോടൊപ്പം തന്നെ ചുമലിലേക്കാണ് അബിനെ വേദിയിലേക്ക് എത്തിച്ചത്. അപ്പൊ സ്വാഭാവികമായും ഈ സമയത്ത് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗം തടസ്സപ്പെട്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ DCC പ്രസിഡന്റ് ആ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് വിലക്കി, പ്രവർത്തകരെ വിലക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ നാടകീയമായ ഒരു രംഗപ്രവേശമാണ് ഈ വേദിയിലേക്ക് അബിൻ നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അബിന്റെ പ്രതികരണം ചോദിച്ചിരുന്നു. താൻ കോഴിക്കോട് ആയതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വൈകി എത്തിയത് എന്ന ഒരു വിശദീകരണമാണ് അബിൻ നൽകിയത്. മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും ഇതുവരെ അബിൻ തയ്യാറായിട്ടില്ല. മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദീപാദാസ് മുൻഷിയും ഈ കാര്യത്തിൽ പ്രതികരണം നടത്തി. അവർ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലല്ലോ എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ അബിൻ വർക്കിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വമാണ്. മൂവാറ്റുപുഴയിലെ വിശ്വാസ സംരക്ഷണ റാലിയിലേക്ക്, വേദിയിലേക്ക് അബിൻ വർക്കി എത്തുമ്പോൾ വലിയ സ്വീകരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ആരവങ്ങളായി ഉയരുന്നതാണ് കാണുന്നത്.